കാർഷിക മേഖലയുടെ സമ്പൂർണമായ തകർച്ച, ഗവൺമെന്റിന്റെ വാഗ്ദാന ലംഘനം, റബ്ബർ 250 രൂപ വില നിശ്ചയിക്കും എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം LDF മറക്കുകയാണ്. റബ്ബർ കർഷകരെ അവഗണിക്കുകയാണ്. കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗ ശല്യ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിസ്സംഗത, ഈ സർക്കാരിന്റെ ആ വിഷയത്തോടുള്ള അവഗണന വളരെ പ്രകടമാണ്. ഞങ്ങൾ ഈ പ്രതിപക്ഷം കേരള നിയമസഭയിൽ ആ വിഷയം 4 അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉയർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. വന്യമൃഗശല്യം കേരളത്തിൽ അതിരൂക്ഷമാണ്, നിലമ്പൂരിൽ അതിരൂക്ഷമാണെങ്കിൽ അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കേരളത്തിന്റെ ഔദ്യോഗികമായ ജനപ്രതിനിധികളുടെ ഒരു വേദി നിയമസഭയായിരിക്കെ 4 അടിയന്തര പ്രമേയങ്ങളും ചർച്ചയ്ക്കെടുക്കേണ്ട, അതൊരു ഗൗരവമുള്ള വിഷയമല്ല എന്നാണ് ഗവൺമെന്റ് വാദിച്ചത്. അതിനെ തുടർന്ന് ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്തില്ല. അപ്പൊ ആരുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് നിലമ്പൂരുകാർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. അവരെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ വിനീതമായി കൂട്ടായി അഭ്യർത്ഥിക്കുകയാണ്.